ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് ഹിന്ദു ഐക്യവേദി കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്ന് സംസ്ഥാന അധ്യക്ഷൻ RV ബാബു പറഞ്ഞു. JB കോശി കമ്മീഷൻ ശുപാർശ നടപ്പാക്കുന്നത് ഗുരുതരമായ സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുമെന്നും പിന്നാക്ക സംവരണ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിൽ ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം തുടരുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ആദ്യം പ്രതികരണത്തിലേക്ക്. പതിറ്റാണ്ടുകളായിട്ട് ഹിന്ദുക്കളിലെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഈ തരത്തിലുള്ള അവശതകൾ പരിഹരിക്കാനുള്ള യാതൊരു തരത്തിലുള്ള നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. സർക്കാർ ആ നിലയ്ക്കുള്ള യാതൊരു പരിശ്രമവും നാളിതുവരെ നടത്തിയിട്ടില്ല. പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾ അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അവരുടെ ഭൂരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര്, ഭവനരഹിതരായിട്ടുള്ള പട്ടികജാതിക്കാര്, അതുപോലുള്ള പിന്നോക്ക വിഭാഗങ്ങൾ, ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നാളിതുവരെ സർക്കാർ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേർന്നു. സുധീഷ്, ഇപ്പോൾ ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വയ്ക്കുന്ന ഒരു ആവശ്യം ഹൈന്ദവ പിന്നാക്ക വിഭാഗങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ അടിയന്തര ഇടപെടൽ വേണമെന്നാണ്. ഈ ഒരു ഘട്ടത്തിൽ കമ്മീഷനെ നിയോഗിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറാകണമെന്നും RV ബാബു ചൂണ്ടിക്കാട്ടുന്നു. നമുക്കറിയാം, ഈ ഒരു ഗുരുതരമായ സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ JB കോശി റിപ്പോർട്ട് ഉണ്ടാക്കുമെന്നും പിന്നാക്ക സംവരണ അവകാശങ്ങൾ കവർന്നെടുക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഭരണഘടനാ വിരുദ്ധമായ മതസംവരണം നിലനിൽക്കുന്നതെന്നുമുണ്ട് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ഈ ഒരു ഘട്ടത്തിലാണ് ഇങ്ങനൊരു ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അമൽ, മുസ്ലിം സമുദായത്തിലെയും ക്രൈസ്തവ സമുദായത്തിലെയും പിന്നോക്കാവസ്ഥയ്ക്കൊക്കെ പരിഹാരം കാണുന്നതിന് ഇപ്പം JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാൻ പോകുന്നു. നേരത്തെ പാലോളി മുഹമ്മദ് കുട്ടിയെ കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് മുസ്ലിം സമുദായത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അവരുടെ മുന്നേറ്റത്തിനുമൊക്കെ വേണ്ടിയും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വന്നു. എന്നാൽ ഹൈന്ദവ വിഭാഗത്തിലെ പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നടപടിയും സർക്കാരിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ആ ഒരു നയ സമീപനത്തിൽ മാറ്റം വേണമെന്ന ആവശ്യം തന്നെയാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. അതിനായി അടിയന്തരമായി തന്നെ ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ഈ ഹിന്ദുക്കൾക്കിടയിലെ പിന്നോക്കാവസ്ഥ, ഏറ്റവും പ്രധാനമായും പറയുന്നത് പട്ടികവർഗ സമുദായത്തിൽപ്പെട്ടവരുടെ അടക്കം പിന്നോക്കാവസ്ഥ പരിഹരിക്കുന്നതിന് ഉതകുന്ന രീതിയിൽ ഒരു കമ്മീഷനെ നിയോഗിച്ചുകൊണ്ട് ആ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയുള്ള നടപടിയുമായി മുന്നോട്ട് പോകണം എന്നതാണ് ഏറ്റവും പ്രധാനമായും ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്ന ആവശ്യം. ഇത് സംസ്ഥാന സർക്കാരിനോട് തന്നെയാണ് ഹിന്ദു ഐക്യവേദി ആവശ്യപ്പെടുന്നതും. ഇതേ സാഹചര്യത്തിൽ ചൂണ്ടിക്കാട്ടുന്ന മറ്റു ഗുരുതരമായ ചില വിഷയങ്ങളുണ്ട്. ഈ JB കോശി കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കുമ്പോൾ അത് സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന നിരവധി കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയുന്ന ഒരു കാര്യം, ലത്തീൻ കത്തോലിക്ക സഭയിലെ സംവരണ ആനുകൂല്യത്തിന് വേണ്ടി വില്ലേജിൽ ഇല്ലെങ്കിൽ താലൂക്കിലേക്ക് ശുപാർശ ചെയ്യാൻ ബിഷപ്പുമാരെയാണ് നിയോഗിച്ചിരിക്കുന്നത്. അത്തരത്തിൽ ബിഷപ്പുമാർക്ക് ആ ഒരു അനുമതി കൊടുക്കുമ്പോൾ അത് വലിയ രീതിയിൽ അനർഹരായവർക്ക് ആനുകൂല്യം ലഭിക്കുന്നതിനും ഒക്കെയുള്ള ഇടവരുത്തും. അതിലുപരി അത് സാമുദായിക അസന്തുലിതാവസ്ഥ ഉണ്ടാക്കുന്ന തരത്തിൽ ഗുരുതരമായ പ്രത്യാഘാതം ഉണ്ടാക്കുന്നതാണ് എന്ന് ചൂണ്ടിക്കാട്ടുന്നു. അതോടൊപ്പം തന്നെയാണ് ഇപ്പോഴും സാമുദായിക മതസംവരണം നടപ്പാക്കി പോകുമ്പോൾ യഥാർത്ഥത്തിൽ സംവരണ ആനുകൂല്യം കിട്ടേണ്ട പിന്നോക്ക വിഭാഗങ്ങളിൽപ്പെട്ടവർക്കുള്ള ആനുകൂല്യം നിഷേധിക്കപ്പെടുന്ന ഭരണഘടനാ വിരുദ്ധമായ ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. ഇതിന് മാറ്റം വേണം. ഇതിലൊക്കെ ഉപരി ഹൈന്ദവരുടെ പ്രശ്നങ്ങളെ കണ്ടില്ലെന്ന് നടിച്ചു പോകുന്ന ആ സമീപനത്തിന് അതിനൊരു പരിഹാരം ഉണ്ടാവണം എന്നത് തന്നെയാണ് ഹിന്ദു ഐക്യവേദി മുന്നോട്ട് വെക്കുന്നത്. ഇത് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് കൂടി നടപ്പാക്കാൻ തീരുമാനിച്ച് മുന്നോട്ട് പോകുമ്പോൾ അവഗണിക്കപ്പെടുന്നത് ഹൈന്ദവരിലെ യഥാർത്ഥത്തിൽ സംവരണ ആനുകൂല്യങ്ങൾ അടക്കം പരിഗണന ലഭിക്കേണ്ട ഒരു വിഭാഗം ജനങ്ങളാണെന്നതാണ് ഹിന്ദു ഐക്യവേദി ചൂണ്ടിക്കാണിക്കുന്നത്. അമൽ.